പാർട്ട് 2 ആണ്. അതായത് നമ്മൾ UGC പേപ്പർ 1-ൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് പാർട്ട് 2 ആണ്. ഫസ്റ്റ് പാർട്ടിന് നമ്മൾ 1 to 14th ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്തത്. ഇവിടെ 15th ക്വസ്റ്റ്യൻ ആണ്. വൈ പാറ്റേണിലുള്ള 15th ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യും. When communication helps a group to achieve its goal, it is known as 15th ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ വരുന്നത് പ്രൊമോട്ടീവ് റോൾ ആണ്. ഓക്കെ, 2 is the right answer. 16th question, which of the following digital initiatives provide database of profiles of scientists or researchers and other faculty members working at leading academic institutions and R&D organization? അപ്പോൾ റിസർച്ചിൻ്റെയും സയൻറ്റിസ്റ്റിൻ്റെയും പ്രൊഫൈൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാബേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ വിദ്വാനാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് 16th. ഓക്കെ, നെക്സ്റ്റ് 17th question, which technology first marked a separation between transportation and communication? ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷൻ തമ്മിൽ എന്താണ് ഒരു സെപ്പറേഷൻ, ടെക്നോളജിയുടെ ഒരു സെപ്പറേഷൻ വന്നത് ഏതാണ്? ടെലഗ്രാം വന്നപ്പോഴാണ് ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും കുറഞ്ഞു വന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ 17th ആൻസർ ഓപ്ഷൻ 1 ആണ്. ദെൻ 18th ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നോക്കാം. ഫസ്റ്റ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവും അതിൻ്റെ പേർപ്പസുകളാണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ വന്നിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ 2, I think 2. Option number 2 is the right answer. Okay, A. ഇത് മുഴുവനും വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലെങ്തി ആയിരിക്കും, അതുകൊണ്ടാണ് റീഡ് ചെയ്യാതിരിക്കുന്നത് കേട്ടോ. ഓക്കെ, A3, B1, C4 and D2 is the answers. Okay, the next question, 19th question ആണ്. If a research project is set up so that everybody in the population of interest has an equal chance of being included in the sample, the research involves, here probability sampling is the right answer. Okay, then 20th question ആണ്. ഇത് arrange the different stages involved in the process of detection in correct sequence. ഡിറ്റക്ഷൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 20th നമുക്ക് ആൻസർ വരുന്നത് ABDC ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, റിവിഷൻ ഓഫ് തിയറി, then hypothesis confirmed or rejected, then data collection and last findings. These are the correct answer, correct order of this question. Then 21st question, arrange the following fractions in increasing order. ഇൻക്രീസിങ് ഓർഡറിൽ ഫ്രാക്ഷൻസിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ചെറിയൊരു ലോജിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ബിഗ്ഗസ്റ്റ് ഡിനോമിനേറ്റർ വരുന്നത് ആണെങ്കിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇൻക്രീസിങ് ഓർഡറിൽ അതിൻ്റെ ഫ്രാക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുക 19/22 ചെയ്യുമ്പോഴാണ്. 19/22 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? നമ്മൾ ആൻസർ ചെയ്ത് നോക്കി. ദെൻ 19/22 എന്ന് പറയുന്നത് നമുക്ക് 0.863 ആണ്. ദെൻ 16/19 എന്ന് പറയുന്നത് 0.842 ആണ് കിട്ടുക. 11/30 പറയുമ്പോൾ 0.846 ആണ്. ദെൻ 6/7 എന്ന് പറയുന്നത് 0.857 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ നമ്പർ 2, അതായത് DCBA ആണ് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ. കാരണം ഇതിൽ വലുത് ഓപ്ഷൻ നമ്പർ D ആണ്. ദെൻ അതിനും വലിയ ചെറുതായിട്ട് വരുന്നത് ഓപ്ഷൻ നമ്പർ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് DABC ആണ്. സോറി, തെറ്റിപ്പോയതാണ്. DABC ആണ് ഇതിൽ ആൻസർ വരുന്നത്. കാരണം 0.863, ദെൻ നമുക്ക് വരെ 0.857, ദെൻ ഇവിടെ 84ഉം 84ഉം സെയിം ആണ്, പക്ഷേ ഇവിടെ 6 ആയതുകൊണ്ട് ഇതാണ് ഓർഡർ വരുന്നത്. അപ്പോൾ B, അത് കഴിഞ്ഞിട്ട് C. ഓക്കെ, അപ്പോൾ 21th ആൻസർ ഓപ്ഷൻ നമ്പർ 4 ആണ്.
Then 22nd answer എന്താണെന്ന് നോക്കാം. The media accountability system to improve media quality focus on ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ഏതിനെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്? ഇവാലുവേഷന് ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ? ദെൻ ഏതിനാണ്? മോണിറ്ററിങ്ങിന് മീഡിയ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നോർമലി എഡ്യൂക്കേഷന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഫീഡ്ബാക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്കാണ് ഫോക്കസിങ് വരുന്നത്. ഇവിടെ ഓപ്ഷൻ നമ്പർ 4 ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 22nd. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ? ഇതിലെ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23rd ഓപ്ഷൻ വരുന്നത് എ ആൻഡ് ബി ആണ്. അതായത് വാലിഡിറ്റി ക്യാൻ നെവർ അപ്ലൈ ടു എനി സിംഗിൾ പ്രൊപ്പോസിഷൻ ബൈ ഇറ്റ് സെൽഫ്, and also the concept of truth can apply on single propositions. These two are the right answer. Okay, then 24th question ഒരു പ്രോബ്ലം ബേസ്ഡ് ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആൻഡ് സി. അതായത് ഈ ഓപ്ഷൻ if 40% of 60% of 3/5 of a number is 504, then 25% of 2/5 of that number is equal to 350. അത് റൈറ്റ് ആൻസർ ആണ്. ദെൻ അതുപോലെ തന്നെ if A is 50% more than B, then B is negation of 30.4% less than A ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 24th ക്വസ്റ്റ്യന് ബി ആൻഡ് സി ആണ് ആൻസേഴ്സ് വരുന്നത്. ദെൻ 25th ക്വസ്റ്റ്യൻ ആണ്. 25th question, which of the following is the first post-independence education commission in India ആണ്. ഫസ്റ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇന്ത്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. ഹിയർ 3 ഈസ് ദി റൈറ്റ് ആൻസർ. 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. വേർഡ്സ് തന്നിട്ടുണ്ട്, അതിനൊരു കോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ എഫ് ആണ്. എഫിന് മാച്ച് ചെയ്ത് വരുന്നത് നോക്കുമ്പോൾ എ അടുത്താണ്. അതായത് എ കഴിഞ്ഞിട്ട് എഫിലേക്ക് ഡിഫറൻസ് വളരെ കുറവാണ്. ദെൻ ഐ കൊടുത്തു കഴിഞ്ഞാൽ ഐ കഴിഞ്ഞിട്ട് ജെ, ദെൻ എൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം, ദെൻ ഇ, ഡി ഇ. ഓക്കെ, ഇതാണ് അതിൻ്റെ കോഡ് വരുന്നത്. ഇതിന് മാച്ചായിട്ട് നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്ക് B3 ആയിട്ട് കിട്ടും. സോറി ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് എ ഓപ്ഷന് ആൻസർ വരുന്നത് DGLB ആണ്. DGLB ആണ് എക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് എഫ് DEF ആണ് വരുന്നത്. GH കഴിഞ്ഞിട്ട് ഐ വരുന്നു. ദെൻ LM കഴിഞ്ഞിട്ട് N വരുന്നു. BC കഴിഞ്ഞിട്ട് D വരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ വരുന്നത്. ദെൻ ക്ലോഗ് എന്നാണ് CLOG നെക്സ്റ്റ് വണ്. അതിനോട് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ്? എ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BC ആണ് വരുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ജെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LM, ദെൻ എം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MNO. ഓക്കെ, ദെൻ ഇ കഴിഞ്ഞാൽ എഫ് കഴിഞ്ഞാൽ ജി. ഓക്കെ, അപ്പോൾ ഒരെണ്ണം ഇടവിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അതിൻ്റെ സീക്വൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ സിയുടെ എന്തായിരിക്കും വരിക? ഷോർട്ട് ഉള്ളത് എന്തായിരിക്കും? QFMU ആയിരിക്കും. ദെൻ ഡി ടൈമിന് എന്താണ് ആൻസർ വരുന്നത്? RGKC. ഓക്കെ, അപ്പോൾ ഹിയർ ഓപ്ഷൻ നമ്പർ 2 ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഇതിലെ കറക്റ്റ് വൺ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ന്യായ സിലോഗിസം എന്താണ്? അതിന് 5 പ്രിപ്പോസിഷൻസ് ആണ് ഉള്ളത്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. പ്രിപ്പോസിഷൻസ് കറക്റ്റായിട്ട് അറിഞ്ഞാൽ തന്നെയാണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, ദെൻ 28th ക്വസ്റ്റ്യൻ. 28th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ നമ്പർ 2 ആണ്. ദാറ്റ് ഈസ് ഗോൾസ് ഇൻ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് 8 ആണ്. ടാർഗറ്റ് ഇൻ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് 21 ആണ്. ദെൻ ഗോൾസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് 17. ടാർഗറ്റ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് ലാസ്റ്റ് 161.
അപ്പോൾ 28th ആൻസർ ഓപ്ഷൻ നമ്പർ 2 ആണ്. Then 29th question, which of the following statement is logically equivalent to the statement no horses are feline? No horses are feline equivalent statement ഇവിടെ വരുന്നത് no felines are horse ആണ്. Okay, then 13th question, which fallacy is committed in the following statement? ഇവിടെ ഒരു fallacy തന്നിട്ടുണ്ട്. People with a case of flu should be kept in quarantine because it has never been disproven as the best mean of keeping diseases from spreading. അതായത് അസുഖം സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് അവരെ എന്ത് ചെയ്യണം, ക്വാറന്റൈനിൽ ഇടണം എന്നുള്ളതാണ് നമ്മുടെ ഫാലസി വരുന്നത്. അപ്പോൾ അത് ഏത് സ്റ്റേറ്റ്മെൻറ്റിനാണ്? അപ്പീൽ ടു ഇഗ്നോറൻസിലാണ് നമ്മുടെ ഫാലസി വരുന്നത്. ഓക്കെ, 13th ആൻസർ ഓപ്ഷൻ നമ്പർ 1 ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇത്രയും ചെയ്ത 2 പാർട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓപ്ഷൻസ് കറക്റ്റായിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.